ഇൻഫ്ലുവൻസ വാക്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോഴെന്താണ് അതിൻ്റെ പ്രസക്തി? മഴക്കാലം വരാൻ പോവുകയാണ്. ജൂൺ ജൂലൈ മാസങ്ങൾ ആയാൽ നമ്മൾ അന്തിച്ചർച്ചകൾ കേൾക്കാൻ പോകുന്നത് പനിയും പനിമരണങ്ങളും ഒക്കെയാണ്. കേരളത്തിലെ പകർച്ചവ്യാധികൾ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്ന എലിപ്പനിയാണ്. പിന്നീട് H1N1 എന്ന ഇനം ഇൻഫ്ലുവൻസ വൈറസ് ആണ്. ഇൻഫ്ലുവൻസയ്ക്ക് കൂടാതെ പല സ്ട്രെയിനുകളും കൂടിയുണ്ട്. ഓരോ വർഷവും വ്യത്യസ്തമായിട്ടുള്ള സ്ട്രെയിനുകൾ കൊണ്ടാണ് ഇൻഫ്ലുവൻസ ഉണ്ടാവുന്നത്. ഈ ഇൻഫ്ലുവൻസയുടെ വാക്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഓരോ വർഷവും വ്യത്യസ്തമായ വേഷത്തിൽ അവർ ഇറങ്ങി വരും. അതിനെതിരെയുള്ള വാക്സിനുകൾ തന്നെ വേണം എടുക്കാൻ. ആരാണ് ഈ വാക്സിൻ എടുക്കേണ്ടത്? 50 വയസ്സിന് മേലെയുള്ളവരും പ്രമേഹം, കിഡ്നി, ലിവർ എന്നീ അസുഖമുള്ളവരൊക്കെയാണ് ചിലപ്പോൾ വന്നാൽ അടിപ്പെട്ട് പോകുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളും. അപ്പോൾ അത്തരം ആളുകൾ ഓരോ വർഷത്തിലും മാറിയ വൈറസിനെതിരെയുള്ള വാക്സിൻ തന്നെ എടുക്കണമെന്നുള്ളത്. അതെപ്പോഴാണ് എടുക്കേണ്ടത് നല്ലത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം മെയ് മാസത്തിൽ, കാരണം ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് പ്രതിരോധം ഉണ്ടാവണം. ഏത് വാക്സിനാണ് എടുക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ വാക്സിൻ എടുത്തിട്ട് കാര്യമില്ല. കാരണം ഇപ്രാവശ്യം പ്രസക്തിയുള്ള വാക്സിനുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം അത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിക്കേണ്ടത്. അടുത്ത വർഷം വരാവുന്നത് 2025 സ്ട്രെയിനാണ് ഇക്കുറി നമുക്ക് എടുക്കേണ്ടത്. 2025 ഫെബ്രുവരിയിൽ ഒരു സ്ട്രെയിൻ ഡിക്ലെയർ ചെയ്തു. പക്ഷേ അതിൻ്റെ വാക്സിൻ വരാൻ ഇനി 5-6 മാസം പിടിക്കും. അപ്പോൾ നമ്മൾ 2024-25 പ്രസക്തിയുള്ള വാക്സിനുകളാണ് ഇപ്പം കിട്ടുന്നത് മെയ് മാസത്തിൽ. അതെടുക്കണം. അത് തന്നെ നോർത്തേൺ സ്ട്രെയിൻ, സൗത്തേൺ സ്ട്രെയിൻ ഒക്കെ ഉണ്ട്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സദേൺ സ്ട്രെയിൻസ്, അതിൻ്റെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, ക്വാഡ്രിവാലൻ്റ് വാക്സിൻ 4 വൈറസുകൾക്കെതിരെയുള്ള വാക്സിനാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള 3 സ്ട്രെയിനേ ഉള്ളൂ. 4ാമത്തെ സ്ട്രെയിൻ ഇപ്പോൾ ഇല്ല. എങ്കിൽ പോലും ക്വാഡ്രിവാലൻ്റ് ആയിട്ടുള്ള വാക്സിനുകളാണ് നമുക്കിപ്പം ഇവിടെയുള്ളത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയ് മാസത്തിൽ ആണ് വാക്സിൻ എടുക്കേണ്ടത് നന്നാവുക. ഏതാണ്ട് 2000-ഓളം രൂപ ഉണ്ട്. ഇത് എടുക്കുമ്പോൾ ലേറ്റസ്റ്റ് സ്ട്രെയിന് അടങ്ങിയിട്ടുള്ള വാക്സിൻ ആണെന്ന് ഉറപ്പാക്കണം. അതെങ്ങനെ? നമ്മൾ വാക്സിൻ എഴുതി വാങ്ങിക്കും, പോയി ഇരുന്ന് കൊടുത്തും കുത്തി 15 മിനിറ്റോ 30 മിനിറ്റോ അവിടെ ഇരുന്ന് ഇറങ്ങിപ്പോരും. ഏത് വാക്സിൻ എടുത്തു എന്നുള്ള കാര്യം നോക്കാറില്ല. ഈ വാക്സിൻ ഏത് സ്ട്രെയിനാണ്, എപ്പോൾ വന്നതാണെന്നൊന്ന് ചോദിക്കുക. പുതിയ സ്ട്രെയിനാണെന്ന് ഉറപ്പാക്കാൻ കുറഞ്ഞത് സെപ്റ്റംബർ മാസത്തിന് ശേഷമുള്ള സ്ട്രെയിൻ ആണല്ലോ നമുക്ക് പുതിയതുണ്ടാവാൻ പറ്റുന്നത്. അപ്പോൾ ഏത് മാസത്തിൽ ഇറക്കിയിട്ടുള്ള വാക്സിൻ ആണ് എന്നുള്ളത് ചോദിച്ചതിന് ശേഷം വാക്സിൻ സ്വീകരിക്കുക. അപ്പോൾ പഴയ വാക്സിൻ നമ്മൾ സ്റ്റോക്ക് ചെയ്യാതിരിക്കുക, ആർക്കും കൊടുക്കാതിരിക്കുക.